കൃത്യമായ രേഖകളുണ്ട്. ബന്ധപ്പെട്ട ആളുകൾ ഇതിന് മറുപടി പറയേണ്ടവർക്ക് മറുപടി പറയാൻ നിയമാനുസരണം അവിടെ ചുമതലപ്പെട്ടവരുണ്ട്. ചുമതലപ്പെട്ടവരക്കാര്യത്തിൽ മറുപടി പറയുന്നതിന് ചെയ്യും. അയ്യപ്പ സംഗമം നടക്കുന്ന പശ്ചാത്തലത്തിൽ വിവാദത്തിലാക്കാനും ശബരിമല വിവാദത്തിലാക്കാനും താല്പര്യമുണ്ടെന്ന് പറയാം. അതിന്റെ ഭാഗമായിട്ട് ഇത്തരം പരിശോധന ആവശ്യമുണ്ട്. കേരളത്തെ ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കളുടെ ശബ്ദത്തിൽ ഒരു വ്യക്തത കുറവുണ്ട്. ഞാനൊന്ന് ഇടപെടുകയാണ്. താങ്കളിലേക്ക് വീണ്ടും തിരിച്ചെത്താം. ഈ വിഷയത്തിൽ ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഒരു മറുപടി തന്നെയാണ് കോടതിയിൽ വരേണ്ടത്. എന്ത് സംഭവിച്ചു എന്നുള്ളത് കോടതിയിൽ ദേവസ്വം ബോർഡ് തന്നെയാണ് ഇതിൽ വ്യക്തത വരുത്തേണ്ടത്. എല്ലാ രേഖകളും സമർപ്പിക്കുമെന്നുള്ളത് തന്നെയാണ് ദേവസ്വം ബോർഡും ഹൈക്കോടതിയോട് പറഞ്ഞിരിക്കുന്നത്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇതിൽ അറ്റകുറ്റപ്പണിക്കായി ഇതിൽ നിന്ന് മാറ്റുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 42 കിലോയിൽ നിന്ന് പിന്നീട് ഒരു മാസക്കാലം അത് അവിടെ സൂക്ഷിക്കുന്നു. പിന്നീടാണ് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ സമയത്താണ് 38 കിലോ ആയി കുറഞ്ഞത് എന്നുള്ളതാണ്. ആ സമയത്തിനുള്ളിൽ ആ അത്രയും സ്വർണം എവിടെ പോയി എന്നുള്ളതിലൊരു വ്യക്തത വരേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസവും കോടതി ഇത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചതാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഇതിലൊരു അറ്റകുറ്റപ്പണിക്കായി ഇത് കൊണ്ടുപോയത് എന്നുള്ളത് കോടതിയുടെ നിർദ്ദേശമില്ലാതെ എന്തിനു കൊണ്ടുപോയി എന്നുള്ള ചോദ്യവും കോടതി നൽകിയതാണ്. ദേവസ്വം ബോർഡ് അതിൽ മാപ്പ് നൽകുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തതാണ്. എന്തായാലും ആ വിഷയത്തിൽ ഇന്നും കോടതി ഇടപെട്ടിട്ടുണ്ട്. ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ നഷ്ടമായ സ്വർണം എവിടെയെന്ന്, അതിൽ ഉണ്ടായിരുന്ന ആ ഭാരം, സ്വർണ്ണപാളിയുടെ ഭാരം എങ്ങനെ ഇങ്ങനെ കുറഞ്ഞു എന്നുള്ളതിൽ ഒരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. CPM നിന്നുള്ള അനിൽകുമാറാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒരു വ്യക്തത കുറവുള്ളതിനുകൊണ്ട് ഞാൻ ഇടപെട്ടതാണ്. അദ്ദേഹത്തിലേക്ക് എത്രയും വേഗം തിരിച്ചു വരാം എന്ന് കരുതുന്നു. ശ്രീ അനിൽകുമാർ, കേൾക്കാമോ? പറയൂ. സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും മറ്റ് എല്ലാ സംവിധാനങ്ങളും അഴിമതിരഹിതമായി ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയർത്തുന്ന കാര്യത്തിനകത്ത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും വ്യക്തത വരുത്താനും വിശദീകരിക്കാനും സർക്കാരിന് ഒരു പാടുമില്ല, ബുദ്ധിമുട്ടില്ല. ദേവസ്വം ബോർഡിനും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബന്ധപ്പെട്ട രേഖകൾ അവിടെ ഉണ്ടാവും. ഉദാഹരണം, അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഇത് കേസ് കൊടുക്കുകയും കോടതി എന്താ വല്ലാണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു എന്നൊക്കെ പറയുകയുണ്ടായി. അവസാനം സംഘം നടത്താനാണ് കോടതി ഉദ്ദേശിച്ചത്. അത് മാതൃകാപരമാണെന്നാണ് കോടതി കണ്ടത്. കോടതിയെ ബന്ധപ്പെടുത്താൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ശബരിമലയിലില്ല. ഇതാണ് സർക്കാർ നിലപാട്. ഇപ്പോൾ 2019 സംഭവിച്ചതാണിത്. ഇപ്പോൾ ഇങ്ങനെ പുറത്തു വരുന്നതിൽ എന്തായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? നമുക്കറിയാം ഈ അയ്യപ്പ സംഗമമൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ടുകൂടി ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് എത്തുന്നു എന്നാണോ? അതായത് ഇതിനെല്ലാം ഒരു ഭക്തന്മാരുടെ ഇത് ഭക്തൻ കാണിച്ചു വെച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭക്തൻ നടക്കി വെച്ച കാര്യമാകുമ്പോൾ അദ്ദേഹത്തിന്റെ പൊറ്റത്തിലാണ് ഈ കാര്യം ചെയ്യുക. സ്വാഭാവികമായിട്ടും ദ്വാരപാലക ശില്പമാണ് ആളുകൾ സമർപ്പിച്ചതാണെങ്കിൽ ഇതൊക്കെ സ്പോൺസർമാരുണ്ട്. അത് അവിടെ ചെയ്തു കൊടുത്ത കമ്പനികൾക്ക് അവരതിന് വാറണ്ടി കൊടുത്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ട് അവരെ കൊണ്ട് വ്യക്തത വരുത്തിക്കുന്ന ബുദ്ധിമുട്ടൊന്നുള്ള കാര്യമല്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.